വൈസ് ചാൻസലർ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചെയർ ചെയ്തയാൾ ഇറങ്ങിപ്പോയി, യോഗം പിരിച്ചുവിട്ടു പോയി. എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ചെയർ ചെയ്യിപ്പിച്ചുകൊണ്ട് തുടരാം എന്ന് പറയുന്നത് ചട്ടപ്രകാരമാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. വൈസ് ചാൻസലർക്ക് ഏത് ക്ലോസിൽ ഇറങ്ങിപ്പോയി? പിരിച്ചുവിട്ടു എന്ന് എങ്ങനെ പറയും? വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അജണ്ട കൊടുത്തിട്ട് സബ്ജക്ട് കൊടുത്ത് ഇന്നലെ നിങ്ങൾ പറഞ്ഞു അജണ്ട കൊടുത്തില്ലെന്നോ? ഇതാണ് അജണ്ട. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. വൈസ് ചാൻസലർ ഇല്ലെങ്കിൽ PVC ചെയർ ചെയ്യണം, പ്രോ വൈസ് ചാൻസലർ ചെയർ ചെയ്യണം, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ചെയർ ചെയ്യാം, ശരിയാണ്. പക്ഷെ അതിന്റെ എല്ലാം ആ അജണ്ട തീരുമാനിക്കേണ്ടത് വൈസ് ചാൻസലറാണെന്നേ. ഇവിടെ അജണ്ട വൈസ് ചാൻസലർ സ്പെഷ്യൽ മീറ്റിംഗിന് വേണ്ടി ഒറ്റ ഐറ്റം വെച്ചുകൊണ്ട് ഒരു അജണ്ട തീരുമാനിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നും അല്ലല്ലോ അവിടെ കൂടിയത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പിന്നെ നിങ്ങൾ വിതരണം ചെയ്ത അജണ്ടയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ ഇരുത്തിക്കൊണ്ട് വൈസ് ചാൻസലർ ചെയറിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ കൂടുമ്പോൾ നിങ്ങൾക്ക് എന്ത് അജണ്ടയും തീരുമാനിക്കാമെന്നേ. അത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ അജണ്ട ഉടനെ തീരുമാനിക്കാം. പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. ഷിജു ഖാൻ, അത് താങ്കൾക്ക് അറിയാമോ? അല്ലാതെ ഒരു രാധാമണി ടീച്ചർ എന്റെ കൂടെ സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്ന ആളാ. ആ രാധാമണി ടീച്ചർ നിങ്ങൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം കൂടി ഇരുന്നുകൊണ്ട് രാധാമണി ടീച്ചറാണ് ഇന്നത്തെ VC എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വന്നിട്ട് രാധാമണി ടീച്ചർ ഒപ്പിട്ടാൽ അത് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനമാകുമോ? ആകില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.